സ്വപ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് കാലം എത്തുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കേക്കുകളാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത് പ്ലം കേക്കുകളാണ്. ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായ പ്ലം കേക്കാണ്, അതായത് റെഡ് പ്ലം കേക്ക്. നമ്മുടെ റെഡ് പ്ലം കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പരിചയപ്പെടാം. ഉണക്കമുന്തിരി, കുരുവില്ലാത്തത്, റൈസിൻസ്, ഡേറ്റ്സ് കട്ട് ചെയ്തത്, ചെറി കട്ട് ചെയ്തത്, ട്യൂറ്റി ഫ്രൂട്ടി, നട്ട്സ് കട്ട് ചെയ്തത്, കുറച്ച് ഫിഗ് കട്ട് ചെയ്തത്, ഇതിന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഓറഞ്ച് പീൽ, ജിഞ്ചർ പീൽ, പിന്നെ കുറച്ച് ഓറഞ്ച് മാർമലേഡ്. മൈദ ഈ അളവ് കപ്പിന് 1 കപ്പാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് ഷുഗർ പൗഡർ, 2 എഗ്ഗ്, 100 ഗ്രാം ബട്ടർ. ഇനി നമ്മളുടെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പാലും കണ്ടൻസ്ഡ് മിൽക്കുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ്, കാഷ്യൂ നട്ട്സ്. ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൈസസ് ചേർക്കുന്നുണ്ട്. അത് ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, ജാതിക്ക ഇവ പൊടിച്ചതാണ്. പിന്നെ വേണ്ടത് കുറച്ച് കൊക്കോ പൗഡറാണ്. കേക്കിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റെഡ് ലിക്വിഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ടൊമാറ്റോ റെഡാണ്. പിന്നെ വേണ്ടത് നമ്മൾ സാധാരണ കേക്കിന് യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഈ കേക്കിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാം. ഇത് ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു 1.5 കപ്പ് വേണ്ടി വരും. അത് ഞാൻ 1.5 കപ്പാളെന്നാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ മറ്റേ റം കേക്ക് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം ഇതിന് വേണം. നമ്മൾ പാലിനകത്ത് സോക്ക് ചെയ്തെന്നുള്ള ഒരു വ്യത്യാസം മാത്രം. നമ്മളിതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കുവാണ്. അതുപോലെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഓറഞ്ച് മർമലേഡൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി ഫ്രൂട്ട്സുമായിട്ടൊന്ന് യോജിപ്പിച്ച് അതിൻ്റെ കൂടെ നമ്മൾ സ്പൈസസും കൂടെ അങ്ങ് ചേർത്ത് വെക്കുകയാണ്. ഇപ്പം തന്നെ നല്ല ടേസ്റ്റായിട്ട് ഫ്രൂട്ട്സ് വരാൻ വേണ്ടിയിട്ട്. അത് 1 ടീസ്പൂണാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇത് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് മൈദ 1 കപ്പിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത് നമ്മളൊന്ന് യോജിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കും. നമുക്കിനിയും ബട്ടറും ഷുഗർ പൗഡറും മിക്സ് ചെയ്യാം. ഒരു കപ്പ് ഷുഗർ പൗഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അത് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇത് ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പ്ലഫി ആയിട്ട് വരും. നമുക്ക് അടുത്തായിട്ട് എഗ്ഗ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് സ്പീഡ് കുറച്ചിട്ടിട്ട് എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുകയാണ്. നമുക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടിയിടാം. നമ്മുടെ എഗ്ഗ് ഇതുമായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. നമുക്കിനി ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് റെഡ് കളറാണ്. അത് ടൊമാറ്റോ റെഡാണ്. റെഡ് പ്ലം കേക്ക് അല്ലേ, അപ്പോൾ റെഡ് കളർ വേണ്ടേ. നമുക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് കളർ വേണം. അത് ഞാൻ ആഡ് ചെയ്യുകയാണ്.
സ്ലോ സ്പീഡിൽ മതിയെ, ഹൈ സ്പീഡ് വേണ്ട. അപ്പോൾ നമ്മുടെ ഇതിലുള്ള മിക്സിങ് ഏകദേശം പൂർത്തിയായി. ഇനി നമ്മൾ മൈദ കൈ വെച്ച് ഫോൾഡ് ചെയ്യുക. ഈ ഒരു കളർ കിട്ടും നമുക്ക്. ഇനി അടുത്തതായിട്ട് നമുക്ക് മൈദ ചേർക്കാം. മൈദയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. അതായത് നമ്മുടെ റെഡ് കളറിന് ഇച്ചിരൂടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഒരു അരിപ്പയിലൂടെ അരിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മൈദയും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡർ നമുക്ക് കുറച്ച് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വളരെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്യണം. ബാക്കിയും കൂടെ ആഡ് ചെയ്യാം. മൈദ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് നമുക്ക് ഫുള്ളായിട്ട് വേണ്ടതാണ്. ഞാൻ ചേർക്കുവാണേ. നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റ് ഫോൾഡിംഗ് ആണിത്. ഫ്രൂട്ട്സ് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് പതിയെ ഫോൾഡ് ചെയ്യുന്നു. അതിൻ്റെ പാലും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പതുക്കെ. ഇനി നമ്മൾ കേക്ക് ടിന്നിലേക്ക് മാറ്റുകയാണ്. ഞാൻ നേരത്തെ പേപ്പർ ഇട്ട് വെച്ചിരുന്നു. ഇവിടെ മാത്രം പേപ്പർ മതി, സൈഡിൽ പേപ്പർ വേണമെന്നില്ല. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ മാറ്റുകയാണ്. നമുക്ക് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മേളിൽ പ്ലം കേക്കിൻ്റെ പോലെ തന്നെ നട്ട്സ് വയ്ക്കാം. അത് ആവശ്യാനുസരണം കൂടുതലോ കുറവോ എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓവനിലേക്ക് വയ്ക്കാം. എൻ്റെ ഓവൻ ഗ്യാസിൻ്റെ ഓവനാണ്, ഇലക്ട്രിക് അല്ല. അപ്പോൾ അതിന് ചൂട് വ്യത്യാസമുണ്ട്. ഞാൻ 150 ഡിഗ്രി സെൽഷ്യസ് മുകളിലും താഴെ 140 ഡിഗ്രിയുമാണ്. അതിന് 1 അവർ വേണം ഇത് ബേക്ക് ആകാനായിട്ട്. നമുക്ക് വയ്ക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്ക് ആയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറൊക്കെ വന്നിട്ടില്ലേ? നമുക്കിത് ഒരു സ്വല്പം ഡെക്കറേഷൻ ചെയ്യാം. നമ്മുടെ പ്ലം കേക്കിന് വലിയ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. ചെറിയ ക്രിസ്മസിൻ്റേതായ ഒരു ഡെക്കറേഷൻ നമുക്ക് ചെയ്യാം. ഇത് ഷുഗർ പൗഡറാണ്. അത് ഞാൻ ഇതിനെ ഒരു പാറ്റേൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. നമുക്കൊരു ചെറിയ കെട്ടും കൂടെ കൊടുക്കാം ഇതിന്. നമുക്ക് ഇതിനൊരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ വെച്ചാലോ?
നമ്മുടെ ക്രിസ്മസ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മധുരതരമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം വളരെ സന്തോഷം നൽകുന്നൊരു ദിവസമാണ്. അന്ന് എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു അവസരം കൂടിയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മീരയുടെ മനസ്സിൽ വരുന്നത് എന്താണ്? നോയമ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഫുഡാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിന്ന് ഒരു പ്രത്യേകതയായിട്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് പാലപ്പവും താറാവ് റോസ്റ്റും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ മീര കുക്കിംഗ് ഒക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ വീട്ടിൽ? ചെറുതായി പരീക്ഷിക്കാറുണ്ട്. ചെറുതായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരാം, മീര ശ്രദ്ധിച്ചോ. ഇത് താറാവ് നമ്മൾ സ്കിന്ന് കളഞ്ഞ് 12 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് സ്കിന്ന് മാറ്റിയിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ ലൈമും ഉപ്പും നല്ലപോലെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഒരു ലൈമെങ്കിലും ചേർക്കണം ഇതിൽ. ചെറുള്ളി വേണം, കറിവേപ്പില വേണം, പിന്നെ തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, ചുമന്ന മുളക്, അതിനുശേഷം സവോള അരിയുമ്പോൾ നീളത്തിലരിയണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല പൊടി. ഗരം മസാല പൊടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എങ്ങനെയാണ്? അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ അകത്ത് പെരുംജീരകം, കറുവ, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും സാധനങ്ങൾ ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് ഗരം മസാല. പിന്നെ കുരുമുളക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് കണ്ടോ, നമ്മൾ ചതച്ചാണ് എടുക്കുന്നത് കുരുമുളക്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് പകർത്തിയിട്ട് നമുക്ക് ഒരു അരപ്പ് രൂപേണ ആക്കിയിട്ട് നമുക്ക് ഡക്ക് റോസ്റ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഗരം മസാല എടുക്കുകയാണ്, ഒരു 1/2 ടീസ്പൂൺ. ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഈ ചതച്ച പെപ്പറാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ എങ്കിലും വേണം. കുറച്ചും കൂടെ ആയാലും കുഴപ്പമില്ല, അത് എരിവനുസരിച്ച്. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കൃത്യം എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഉപ്പ് നേരത്തെ താറാവി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു തന്നു. ഇത് കുറച്ചിങ്ങനെ അരപ്പൊക്കെ കറക്റ്റ് ആകാൻ വേണ്ടിയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അരച്ച് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. ഇതിപ്പം കൃത്യം പരുവായി. ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ആ കുരുമുളക് ചതച്ചതും എല്ലാം ഇതിലിപ്പം മിക്സായി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ചേരുവകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്ക് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയാണ് നല്ലത്, അതുകൊണ്ട് വെളിച്ചെണ്ണ ആദ്യമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആദ്യം ഇടുന്നത് ചെറിയുള്ളിയാണ്. ഈ കറിവേപ്പില എടുക്കുമ്പം കറിവേപ്പില നല്ലതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ആദ്യം നമുക്കിത് വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴറ്റുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, ഒത്തിരി വേണ്ട, കുറച്ച്. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുള്ളി നല്ലതായിട്ട് മൂക്കുവാണിപ്പം. ഇതിലേക്ക് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലപോലെ വതക്കിയെടുക്കണം, നല്ലതായിട്ട് വഴരണം. കണ്ടോ, നോക്കിയോ വ്യത്യാസം?
വീട്ടിൽ പരീക്ഷിച്ച് നോക്കണമെങ്കിൽ ഒട്ടും തെറ്റി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. മീര വേണമെങ്കിൽ ഇളക്കിക്കോ. ഈ സവോള നല്ലപോലെ വഴറ്റി കഴിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം ഈ പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഏകദേശം ഒരു പരുവായി. മീര കണ്ടല്ലോ, ഇത് സവോള ഏകദേശം ഒന്ന് ഈ ഒരു പരുവം മതി. ഇതിലേക്ക് നമ്മൾ ഈ അരപ്പെടുത്തും. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അരപ്പാണ്, നമുക്ക് കാണാം. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. കണ്ടോ? ഇളക്കിക്കോ. അരപ്പ് ഏകദേശം നല്ലപോലെ വഴറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്കിന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ശരിക്കും ഒന്നും കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കിക്കോ. ഇതിൽ ഈ ചതച്ച് വെച്ചിരിക്കുന്ന പെപ്പർ വീണ്ടും ഒരു സ്പൂണ് നമ്മൾ ആവശ്യത്തിനനുസരണം ഇട്ട് കൊടുക്കണം. അത് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ആ ചുമന്ന മുളകും ആഡ് ചെയ്ത് കൊടുത്തു, 2 എണ്ണം വീതം. ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. വഴറ്റിക്കും. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു തക്കാളി നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് വേവിക്കണം. കുറച്ച് നേരം. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വേവിക്കാൻ വെക്കണം. ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന താറാവിൽ ഇതിങ്ങനെ വെന്തുകൊണ്ടിരിക്കാതെ നമുക്കറിയാം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാത്തത് ആ സ്കിന്നിൽ നിന്നുള്ള ആ കൊഴുപ്പൊക്കെ ഇതിലേക്ക് പിടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വയ്ക്കുക. ആ സമയത്ത് നമുക്ക് ഇവിടെ അപ്പം ചുടാം. ചെറുതായിട്ട് എണ്ണയൊന്ന് തടവി കൊടുക്കാം. അപ്പം ഒഴിക്കാൻ പോവാണ്. നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഈ പതഞ്ഞു വരുന്ന മാവ് ഒഴിക്കുക. ഒഴിച്ചെടുക്കുക. ഇപ്പം നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ചു കഴിഞ്ഞപ്പം ഇതിൽ ചാറ് കുറച്ച് കൂടുതലുണ്ട്. അത് വറ്റണം. അത് ഒരുവിധം വറ്റി ഈ കഴിയുമ്പോഴേ ഇത് കറക്റ്റ് പരുവാവുള്ളൂ. നമുക്കിത് മൂടിയിട്ടിട്ട് അതിൻ്റെ ചാറ് വറ്റാൻ വിടാം. ഇതിന് എത്ര നേരം വേവിക്കും? ഒരു 20 മിനിറ്റ്സ്. ഇപ്പോൾ ഏകദേശം പരുവായി. ഇനി കുറച്ചും കൂടെ നേരം കൂടെ ആയി. നമ്മൾ മൂടിയിട്ട് ആ ചാറൊന്ന് വറ്റിയെടുക്കണം.
കുറച്ചും കൂടെ ഇനി ചാറൊന്ന് വറ്റിയാൽ മതി. താറാവ് റോസ്റ്റ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ അകത്ത് നമ്മൾ ചേരുവകളെല്ലാം പിടിച്ചു കഴിഞ്ഞു. ഇറച്ചി വെന്തു. ഇനി നമുക്ക് ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സെർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡക്ക് റോസ്റ്റിലേക്ക് നമ്മളിങ്ങനെ മുട്ടയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം. ഇത് വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരുടെയും ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ.